ഇതിൽ നമ്മൾ ചാപ്റ്റർ 4 എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്ററിൽ എക്സോജീനിയസ് ഹസാർഡ്സ് ആണ് കാണുന്നത്. എക്സോജീനിയസ് ഹസാർഡ്സ് 2 ടൈപ്സ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് ഇൻഫ്രീക്വൻറ്റ് ഇവൻറ്റ്സ് ആയിട്ടുള്ള എക്സോജീനിയസ് ഹസാർഡ്സ് ഉണ്ട്. അതാണ് സൈക്ലോൺസ്, ലൈറ്റ്നിങ്, ഹെയിൽ സ്റ്റോംസ് ഒക്കെ. പിന്നെ ക്യുമുലേറ്റീവ് അറ്റ്മോസ്ഫിയറിക് ഹസാർഡ്സ് ഉണ്ട്. അത് ഫ്ലഡ്, ഡ്രട്ട്, കോൾഡ് വേവ്സ്, ഹീറ്റ് വേവ്സ് ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഇൻഫ്രീക്വൻറ്റ് ഇവൻറ്റ്സ് ആയിട്ടുള്ള സൈക്ലോൺസ് ആണ് ആദ്യം കാണുന്നത്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ്. അപ്പോൾ ചുഴലിക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പ്രദേശത്ത് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷറാൽ സറൗണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പവർഫുൾ വിൻഡ് ബ്ലോ ചെയ്യുകയും അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും പവർഫുൾ വിൻഡ് ബ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. മെയിൻലി സൈക്ലോൺ ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് റീജിയണിലാണ്, ട്രോപ്പിക്കൽ അതേപോലെ തന്നെ ടെമ്പറേറ്റ് റീജിയണിലാണ് കൂടുതലായിട്ട് സൈക്ലോൺസ് ഒക്കർ ചെയ്ത് കാണാറ്. അപ്പോൾ നമ്മുടെ കടലിലെ വെള്ളം നീരാവിയായിട്ട് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് അങ്ങനെ നീരാവിയായിട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് തണുത്ത കാറ്റ് വരികയും അത് ന്യൂനമർദ്ദമായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഈ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ അതിലേക്ക് ശക്തമായ കാറ്റടിക്കുമ്പോൾ അത് സൈക്ലോണായിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്ന ഫസ്റ്റ് വൺ സ്ട്രോങ് വിൻഡാണ് ഇതിൻ്റെ ഒരു കാരണം. ശക്തമായ കാറ്റ്, പിന്നെ എക്സെപ്ഷണൽ റെയിൻ, ശക്തമായ മഴ, പിന്നെ സ്ട്രോം സർജസ്, കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതും ഒക്കെയാണ് പിന്നെ സൈക്ലോൺസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്ലോൺസിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫോർമേഷൻ ആൻഡ് ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഫോർമേഷൻ ആൻഡ് ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് കടലിലെ ടെമ്പറേച്ചർ, സീ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 26 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വരികയും അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് എയറിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ ഈർപ്പം കൂടി വരികയും അതേപോലെ തന്നെ വാട്ടർ വേപ്പർ കണ്ടൻസേഷനിലേക്ക് വരികയും അത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഫോം ചെയ്ത് ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്ത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് താഴേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ന്യൂനമർദ്ദം പോലെ രൂപപ്പെടുക. അപ്പോൾ അതിലേക്ക് ശക്തമായ കാറ്റും കൂടെ വരുന്ന സമയത്ത് അവിടെ സൈക്ലോൺസ് ഫോം ചെയ്യും. ദെൻ അതിൻ്റെ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫുൾ മെച്യൂരിറ്റിയാണ്. അപ്പോൾ സൈക്ലോണിലെ ഫുൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ശക്തമായ കാറ്റടിച്ച് തണ്ടർ ക്ലൗഡ്സ്, ഒരു തണ്ടർ ക്ലൗഡ്സിലൂടെയാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. ക്യുമുലസ് തണ്ടർ ക്ലൗഡ്സ് ആണ്, ജെയിൻറ്റ് ക്യുമുലസ് തണ്ടർ ക്ലൗഡ്സ് ആണ് ഫുൾ മെച്യൂരിറ്റിയിൽ സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ മെച്യൂരിറ്റിയിൽ സൈക്ലോൺ ഫോം ചെയ്യുന്ന സമയത്ത് ഈ കാറ്റിൻ്റെ ശക്തിക്ക് അനുസരിച്ച് അതിങ്ങനെ ചുറ്റി വരുമ്പോൾ അതിൻ്റെ നടുഭാഗം ഒരു ഐ ഷേപ്പിലുണ്ടാവും. അപ്പോൾ ഐ വോൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ ഐ ഷേപ്പിൽ സൈക്ലോണിൻ്റെ സെൻറ്റർ പാർട്ട് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഫുൾ മെച്യൂരിറ്റി എന്ന് പറയും. ദെൻ അടുത്തത് മോഡിഫിക്കേഷൻ ഓർ ഡീക്കേ ആണ്. അതായത് ഈ സൈക്ലോൺ വീക്ക് ചെയ്ത്, അതായത് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുറയുമ്പോൾ നമ്മൾ സേഫായി എന്ന് കരുതും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ തീർന്നിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ അത് ഫ്ലഡിന് വരെ കാരണമാകാം. അങ്ങനെ കുറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലഡിനൊക്കെ കാരണമാകാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അത് കുറഞ്ഞ് എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം മാത്രമേ സൈക്ലോൺ മാറിയെന്ന് നമ്മൾക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കാരണങ്ങളിലൂടെ നമുക്ക് എന്താ പറയുക, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഫോം ചെയ്യുന്നതിൻ്റെ രീതികളാണ് ഈ പറഞ്ഞത്. ദെൻ അടുത്ത പറഞ്ഞു വെക്കുന്നത് പോസിബിൾ റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് ആണ്. ഇതിനകത്ത് ഉള്ള റിസ്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ സൈക്ലോൺസ് വരുന്ന സമയത്ത്, ചുഴലിക്കാറ്റ് വരുന്ന സമയത്ത് പല രീതിയിലുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ ആ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്.
കോസ്റ്റൽ ബെൽറ്റ് പ്ലാന്റേഷൻ ആണ്. അപ്പം നമ്മൾ ഗ്രീൻ ബെൽറ്റ് പ്ലാന്റേഷൻ കൂടുതലായിട്ട് പിന്നെ ഒരു ഗ്രീൻ ബെൽറ്റ് പോലെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കാറ്റ് വരുന്നതിൻ്റെ ശക്തി നമുക്ക് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സൈക്ലോൺസ് അത് എന്താ പറയുക, കരയിലേക്ക് ചുഴലിക്കാറ്റ് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും കോസ്റ്റൽ ബെൽറ്റ് പ്ലാന്റേഷൻ നടപ്പാക്കുമ്പോൾ. പിന്നെ ഹസാർഡ് മാപ്പിംഗ് ആണ് പറയുന്നത്. ഹസാർഡ് മാപ്പിങ്ങിൽ പറഞ്ഞു വെക്കുക, നമുക്ക് ഇതിനു മുൻപ് എവിടെയൊക്കെയാണ് ഇങ്ങനെ സൈക്ലോൺസ് വന്നിട്ടുള്ളതെന്ന് മുൻകൂട്ടി അറിയാനും അതേപോലെ തന്നെ വേണ്ട കരുതലെടുക്കാനും മാപ്പിംഗ് സഹായിക്കും. മെറ്ററോളജിക്കൽ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എവിടെയൊക്കെ സൈക്ലോൺസ് വന്നിട്ടുണ്ട്, എത്രമാത്രം ഡീപ്പായിരുന്നു അത് എന്നുള്ളതും അതേസമയം ആ സമയം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫ്ലഡ് മാനേജ്മെൻ്റ് ആണ് തേർഡ് വൺ പറയുന്നത്. അതായത് ഫ്ലഡ്, ഇതിനകത്ത് സൈക്ലോൺസ് വന്ന് അത് ഫ്ലഡ് ആവാനുള്ള ചാൻസും അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഫ്ലഡ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് മുൻകൂട്ടി അതിന് കരുതലെടുക്കണം എന്നുള്ളതാണ് ഫ്ലഡ് മാനേജ്മെൻറ്റ് പറയുന്നത്. ദെൻ ഇംപ്രൂവിങ് വെജിറ്റേഷൻ കവർ. അപ്പോൾ പ്ലാന്റ്സ് കൂടുതലായിട്ട് നട്ട് വളർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് സോയിൽ ഇറോഷനെയും അതേപോലെ തന്നെ ഫ്ലഡ്സിനെയും അതേപോലെ വെള്ളം പിന്നെ ഇത് ന്യൂനമർദ്ദം ഇതൊക്കെ വരുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരാതിരിക്കാനും കോസ്റ്റൽ ഏരിയയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കാനായിട്ട് വെജിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൂടുതൽ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക. ദെൻ എൻജിനീയർഡ് സ്ട്രക്ചേഴ്സ്. നമ്മൾ ഓരോ സ്ഥലത്തും ബിൽഡിങ്ങുകൾ പണിയുന്ന സമയത്ത് ആ പ്രദേശത്ത് അത് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ബിൽഡിംഗ് പണിയാനായിട്ട് പാടുള്ളൂ. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ എൻജിനീയറിനോട് ചോദിച്ച് നടപ്പാക്കാൻ പറ്റുമല്ലോ എന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യാവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി കൺസ്ട്രക്ഷൻസ് ആ ഒരു ഏരിയയിൽ വെക്കുന്ന സമയത്ത് ആ ഏരിയയുടെ എങ്ങനെയാണ് പറ്റുമോ ഇല്ലയോ എന്നുള്ള അഡ്വൈസ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ വെക്കുന്ന സമയത്ത് ഫ്ലഡിനെയും അതേപോലെ തന്നെ സൈക്ലോണിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡിംഗ് വേണം പണിയാനായിട്ട്. അതേപോലെ അവിടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. വിൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് ബിൽഡിങ്ങുകളായിരിക്കണം. അതേപോലെ ഈ ബിൽഡിങ്ങുകളിലൊക്കെ ഫുഡ് സപ്ലൈസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവണം. റിവർ എംബാങ്ക്മെൻറ്റ്, തീരങ്ങൾ കറക്റ്റായിട്ട് അതിനകത്ത് വെള്ളം പോകാനുള്ള രീതിയിൽ റിവർ എംബാങ്ക്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഷെൽട്ടേഴ്സ്, കമ്മ്യൂണിറ്റി ഷെൽട്ടേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇങ്ങനെ സൈക്ലോൺ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവരെ മാറ്റി താമസിപ്പിക്കാനായിട്ട് ഷെൽട്ടേഴ്സ് ഉണ്ടായിരിക്കണം. ദെൻ അടുത്ത് പറഞ്ഞു വെക്കുന്ന ടോപ്പിക്ക് റിസ്ക് അസസ്മെൻ്റ് ആണ്. ഇതിന് എത്രമാത്രം റിസ്ക് ആണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിന് മുൻപ് എങ്ങനെയൊക്കെയാണ് സൈക്ലോൺ വന്നിട്ടുണ്ടോ എന്നുള്ളത് മാപ്പ് നോക്കി നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഇതിനു മുമ്പ് പിന്നെ സൈക്ലോൺ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ റിസ്ക് അസസ് ചെയ്യാനായിട്ട് എത്രമാത്രം റിസ്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം അനാലിസിസ് ഓഫ് ക്ലൈമറ്റോളജിക്കൽ റെക്കോർഡ്സ് ആണ്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ലൊക്കേഷനിലാണ് വന്നിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. അതേപോലെ വിൻഡിൻ്റെ സ്ട്രെങ്ത്ത്, ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫ്ലഡിൻ്റെ ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് ഈ പ്രദേശങ്ങളിലൊക്കെ ഫ്ലഡ് അതേപോലെ തന്നെ വിൻഡ് ഒക്കെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ദെൻ കഴിഞ്ഞ 50-100 വർഷം ആ ഒരു തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ എത്ര പ്രാവശ്യം സൈക്ലോൺസ് ഏതൊക്കെ പ്രദേശങ്ങൾ ഒക്വയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. ഇതൊക്കെയാണ് റിസ്ക് അസസ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എന്ന രീതിയിൽ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് വാർണിംഗ് റെസ്പോൺസ് സിസ്റ്റം. അപ്പോൾ ഇത്രമാത്രം റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വാർണിംഗ് കൊടുക്കുന്ന ഒരു റെസ്പോൺസ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ലോങ് ടേം അതേപോലെ തന്നെ ഷോർട്ട് ടേം നേച്ചറിലുള്ള സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ ലോങ് ടേമിലേക്ക് സീസണൽ നേച്ചറിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ന്യൂനമർദ്ദം സൈക്ലോൺസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ലോങ് ടേമിലേക്ക് ഡെവലപ്പ് ചെയ്യണം. അതേപോലെ ഷോർട്ട് ടേമിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാൻ ഒക്വയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതും ആൾക്കാരിലേക്ക് എത്തിക്കാം, വാർണിംഗ് കൊടുക്കുക.
സെക്കൻഡ് വൺ പബ്ലിക് വാർണിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിങ്സ് പീപ്പിളിനെ കൂടുതൽ അലേർട്ടാക്കാൻ വേണ്ടിയിട്ട് സൈക്ലോണിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള വാർണിംഗ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം അതിന് എവിടെയൊക്കെയാണ് സൈക്ലോൺ വരാനുള്ള ചാൻസ് എന്ന് മനസ്സിലാക്കി ആ ഏരിയയിലുള്ള ആ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരോട് അത് അനൗൺസ് ചെയ്യണം. ദെൻ അതേപോലെ അതിന് വേണ്ടിയിട്ട് ആവശ്യമായുള്ള പ്രിപ്പയർനെസ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇരിക്കാനായിട്ട് അവരോട് പറയണം. അതേപോലെ തേർഡ് വൺ പറയുന്നത് പ്രസൻറ്റ് സൈക്ലോൺ വാർണിംഗ് ഓർഗനൈസേഷനാണ്. ഏതൊക്കെയാണ് വാർണിംഗ് നൽകുന്ന ഓർഗനൈസേഷൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഏരിയ സൈക്ലോൺ വാർണിംഗ് സെൻറ്റർ കൊൽക്കട്ട, ചെന്നൈ ആൻഡ് മുംബൈ. ദെൻ സൈക്ലോൺ വാർണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ഭുവനേശ്വർ, വിശാഖപട്ടണം ആൻഡ് അഹമ്മദാബാദിൽ. ദെൻ സൈക്ലോൺ വാർണിംഗ് ഡിസമിനേഷൻ സിസ്റ്റം ഉണ്ട്. സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് നമുക്ക് വാർണിംഗ് തരാനായിട്ട്. പിന്നെ നാഷണൽ ഡാറ്റ ബോയ് പ്രോഗ്രാം ഉണ്ട്. അതേപോലെ MST റഡാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തിരുപ്പതിയിൽ. MST എന്ന് പറഞ്ഞാൽ മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ ഇതിനെക്കുറിച്ച് ഉള്ള ആ ലെയേഴ്സിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് തരാൻ വേണ്ടി റഡാറിനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വാർണിംഗ് ഓർഗനൈസേഷൻസ്. അതേപോലെ ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആവേണ്ടത്, ആരൊക്കെയാണ് അതിനകത്ത് പ്രവർത്തിക്കേണ്ടത്, അതാണ് ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിൽ പറയാം. അപ്പോൾ അതിനകത്ത് മാസ് മീഡിയയിലൂടെ ഇൻഫോർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക. അതേപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതേപോലെ ആ ഇൻഫോർമേഷൻ എഡ്യൂക്കേഷൻ സ്കൂൾ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അവരുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒഫീഷ്യൽസിന് ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എല്ലാ ആൾക്കാർക്കും അതിനകത്ത് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക. ഇതേപോലെ ഡിസാസ്റ്ററിൻ്റെ ആ ഒരു ആഴം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ പ്രിപ്പയർനെസ്സും പോസ്റ്റ് ഡിസാസ്റ്റർ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്രെയിനിങ് നടപ്പാക്കുക. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇത് അഫക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ അസിസ്റ്റൻസ് ആണ്. അപ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ അസിസ്റ്റൻസിൽ ഡിസാസ്റ്ററിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എമർജൻസി ആയിട്ട് ഇവാക്വേഷൻ, അതായത് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുക. എമർജൻസി ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക. സെർച്ച് ആൻഡ് റെസ്ക്യൂ, ആൾക്കാരെ അന്വേഷിച്ച് അവരെ കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്തുക. മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഷോർട്ട് ടേം ഫുഡ് ആൻഡ് വാട്ടർ അവൈലബിൾ ആക്കുക. പ്യൂരിഫൈ വാട്ടർ ആയിരിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും പാർശ്വവ്യാധികളോ രോഗങ്ങളോ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട മുൻകരുതലെടുക്കുക. ഇതൊക്കെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ അസിസ്റ്റൻസിൽ ചെയ്യേണ്ടത്. ദെൻ സൈക്ലോൺ ഷെൽട്ടേഴ്സ് ഉണ്ട്. സൈക്ലോൺ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സൈക്ലോൺസ് വരുന്ന സമയത്ത് ഓരോരുത്തരും താമസിക്കുന്ന വീടുകൾ വാസയോഗ്യം അല്ല എങ്കിൽ സൈക്ലോൺ അഫക്റ്റ് ചെയ്യുമെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. അങ്ങനെ മാറ്റി പാർപ്പിക്കാനുള്ള ഏരിയനെയാണ് സൈക്ലോൺ ഷെൽട്ടേഴ്സ് എന്ന് പറയുക. അത് സാധാരണ കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കും അവിടെ. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റാത്തവരും പിന്നെ ഇങ്ങനെ എന്താ പറയുക ചുഴലിക്കാറ്റ് അവരുടെ വീടുകളിലേക്ക് ആഞ്ഞടിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി പാർപ്പിക്കുക. അത് സൈക്ലോൺ ഷെൽട്ടേഴ്സിലേക്കാണ്. സാധാരണ സൈക്ലോൺ ഷെൽട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുക അവിടെയുള്ള സ്കൂളുകൾ, ധർമ്മശാലാസ്, ഹോസ്പിറ്റൽസ്, പ്രേയർ ഹാൾസ് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഷെൽട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് സൈക്ലോൺ ഷെൽട്ടേഴ്സ് പറഞ്ഞു വെക്കുക. ദെൻ സേഫ്റ്റി ടിപ്സ് ആണ് പറഞ്ഞു വെക്കുക. സേഫ്റ്റി ടിപ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈക്ലോൺ വരുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ന്യൂസ് കേട്ടിരിക്കണം. റേഡിയോ, TV, ന്യൂസ് പേപ്പറിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ന്യൂസ് നമുക്കുണ്ടാവണം. അപ്പോൾ സൈക്ലോൺ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ദെൻ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ നിയറസ്റ്റ് സൈക്ലോൺ ഷെൽട്ടർ എവിടെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണോ, പോകാൻ പറ്റുമോ, ഒരു സൈക്ലോൺ വന്നാൽ അതിന് മുമ്പ് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. ദെൻ റൂമേഴ്സിന് ചെവി കൊടുക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കൈവശം ഒരു എമർജൻസി കിറ്റ് ഉണ്ടായിരിക്കണം. പെട്ടെന്ന് ഒരു മാറിപ്പോകേണ്ടി വന്നാൽ നമുക്ക് കൈവശം എടുക്കാനായിട്ട് ഒരു എമർജൻസി കിറ്റ് കരുതി വെക്കണം. അതിനകത്ത് വേണ്ടത് റേഡിയോ, ടോർച്ച്, സ്പെയർ ബാറ്ററീസ്, ഡ്രൈ ഫുഡ്, അതേപോലെ തന്നെ ഫ്യൂവൽ,
പിന്നെ കുക്കിംഗ് യൂട്ടൻസിൽസ്, വാട്ടർ പ്രൂഫ് ബാഗ്സ്, അതേപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മുറിക്കാൻ എന്തൊക്കെ വേണമെങ്കിൽ മെറ്റൽ കട്ടർ, ആക്സ്, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു പ്ലാസ്റ്റിക് റോപ്പ്, ഒരു കയറ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ വീടിൻ്റെ റൂഫിനൊന്നും കുഴപ്പമില്ല, വാൾസ്, പില്ലേഴ്സ്, ഡോർ ഇതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പാക്കണം. കാരണം നമ്മൾ അവിടുന്ന് മാറിപ്പോകുന്ന സമയത്ത് ഇത് എന്താ പറയുക, അതിന് കുഴപ്പമൊന്നും വരില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ഉറപ്പാക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പൊക്കെ കട്ട് ചെയ്ത് സേഫാക്കി നിർത്തണം. അതെല്ലാം മറിഞ്ഞു വീഴില്ല എന്നുള്ള ഉറപ്പുണ്ടാവണം. ദെൻ ലൂസ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇടാതെ അത് ഒരു സ്ഥലത്ത് സേഫായിട്ട് വെക്കണം. ദെൻ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും എന്താ പറയുക പ്രശ്നം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഏറ്റവും താഴത്തെ നിലയിൽ താഴത്തെ എന്താ പറയുക ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. പിന്നെ നമ്മൾ അവിടുന്ന് മാറി താമസിക്കാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നനഞ്ഞു പോകാത്ത രീതിയിൽ പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിക്കണം. പാസ്ബുക്ക്, അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനിൻ്റെ പേപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നനയില്ലാത്ത രീതിയിൽ നമ്മൾ സേഫായിട്ട് കീപ്പ് ചെയ്യണം. ദെൻ കുറച്ച് ആളുകൾ ഫുഡ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് പോളിത്തീൻ ബാഗ്സിൽ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് ഫോൺ നമ്പേഴ്സും അഡ്രസ്സും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഈ സേഫ്റ്റി കിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ എമർജൻസി കിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. Then if you are living in the area where CBDP exercise have taken place, ഇനി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു വൾണറബിലിറ്റി എത്രമാത്രം ഇത് എഫക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു മാപ്പ്, മുമ്പ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാപ്പ്, അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, നമുക്ക് അവൈലബിൾ ആണ്, ആ ഇൻഫോർമേഷൻ അവൈലബിൾ ആക്കുക. അതേപോലെ തന്നെ സൈക്ലോൺ ഡ്രിൽ എങ്ങനെയൊക്കെയാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഫസ്റ്റ് എയ്ഡും ട്രെയിനിങ്ങും ഒക്കെ ലഭിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, എസെൻഷ്യൽ മെഡിസിൻസ് ഇതൊക്കെ കരുതി വെക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു സൈക്ലോൺ വാർണിംഗ് ലഭിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൺ എ സൈക്ലോൺ വാർണിംഗ്, അതാണ് അടുത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ളതെല്ലാം, അതായത് ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബാഗിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണം. കാരണം നമ്മൾ ഇവിടുന്ന് മാറിപ്പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ടിന്നിലോ ജാറിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി സൂക്ഷിക്കുക. അതേപോലെ തന്നെ വെള്ളം, അത് നമുക്ക് എന്തിലാണോ സേഫായിട്ട് വെക്കാൻ പറ്റുക അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ കീപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും നല്ല എന്താ പറയുക പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ്സ് എന്താണ്, വീട്ടിലെ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ഡിസാസ്റ്റർ വന്ന് നമ്മൾ എല്ലാവരും ചിതറിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് ചേരാനായിട്ട് നമ്മുടെ കയ്യിൽ ഇതെല്ലാം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഫ്യൂവൽ ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് അവിടുന്ന് മൂവ് ചെയ്യേണ്ടി വന്നാൽ ഫ്യൂവൽ ഉണ്ടാവണം. അതേപോലെ നമുക്ക് പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അഴിച്ചു വിടുക. ദെൻ അതേപോലെ നമ്മൾ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ഡ്രൈ ഫുഡ് ഇതൊക്കെ നമ്മുടെ കൈവശം കരുതണം. ഡ്രിങ്കിങ് വാട്ടർ ഇങ്ങനെയുള്ളതൊക്കെ കരുതണം. എപ്പോഴും റേഡിയോ, TV ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് വരുന്ന മീഡിയാസ് നമ്മൾ ലിസൺ ചെയ്യണം. എന്തെങ്കിലും വാർണിംഗ് ലഭിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവിടുന്ന് മാറേണ്ടതാണെങ്കിൽ നമ്മൾ സൈക്ലോൺ ഷെൽട്ടേഴ്സിലേക്ക് അങ്ങനെയുള്ളിടത്തേക്ക് മാറണം. ഇതൊക്കെയാണ് നമ്മൾ സൈക്ലോൺ വാർണിംഗ് ലഭിക്കുമ്പോൾ ചെയ്യേണ്ടത്. ദെൻ ഓൺ വാർണിംഗ് ഓഫ് ലോക്കൽ ഇവാക്വേഷൻ, അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള വാർണിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറി താമസിക്കാൻ പോകണം. അപ്പോൾ അന്നേരം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ചപ്പൽസ്, ഷൂസ് എന്തെങ്കിലും നമ്മൾ ധരിച്ചിരിക്കണം. നല്ല ക്ലോത്തിങ്, പ്രൊട്ടക്ഷൻ നൽകുന്ന ക്ലോത്തിങ് ഉണ്ടാവണം.
നമ്മുടെ വീട് പൂട്ടി എല്ലാ കാര്യങ്ങളും ഓഫാക്കിയിട്ടുണ്ട്, അതായത് പിന്നെ ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഇതൊക്കെ ഓഫാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. എമർജൻസി കിറ്റ് നമ്മുടെ കൈവശം എടുക്കണം. അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ബിലോങ്ങിങ്സും ഒക്കെ എടുക്കണം. ദെൻ അതേപോലെ എന്തൊക്കെയാണോ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അതൊക്കെ നമ്മുടെ കയ്യിൽ കരുതണം. ഇതാണ് വാർണിംഗ് ലഭിക്കുമ്പോൾ അവിടുന്ന് മാറി താമസിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി സൈക്ലോൺ വരുമ്പോൾ, വെൻ ദ സൈക്ലോൺ സ്ട്രൈക്സ്, അതിനകത്ത് ഇലക്ട്രിക് അപ്ലയൻസ് എല്ലാം ഓഫാണ്, ഗ്യാസ് ഓഫാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതേപോലെ തന്നെ ബിൽഡിങ്ങിൽ കുലുങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ദെൻ എപ്പോഴും റേഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നൽകുന്ന അത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ന്യൂസ് വാച്ച് ചെയ്യണം. അതേപോലെ തന്നെ സൈക്ലോൺസിൻ്റെ ആ ഒരു ഐ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത്, ചുഴലിക്കാറ്റടിക്കുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ ഇങ്ങനെ ചുഴി പോലെ ഐ ഷേപ്പിൽ വരുമെന്ന് പറഞ്ഞു. അത് കാമാവുമ്പോൾ പെട്ടെന്ന് എല്ലാം ശരിയായി എന്ന് വിചാരിക്കരുത്, അത് സമയമെടുത്തേ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കാനായിട്ട് പാടുള്ളൂ. ദെൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എവിടെയാണ് ഡ്രൈവ് ചെയ്തത്, വെഹിക്കിൾ പാർക്ക് ചെയ്യുന്നത് മരത്തിൻ്റെയൊക്കെ താഴെയാണോ, കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സ്ഥലത്താണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണം. ദെൻ ആഫ്റ്റർ ദ സൈക്ലോൺ ആണ് അടുത്ത് പറഞ്ഞു വെക്കുന്നത്. സൈക്ലോണിന് ശേഷം നമുക്ക് എല്ലാം ശാന്തമായി എന്നുള്ള ഒരു ഇൻഫോർമേഷൻ, അഡ്വൈസ് കിട്ടിയതിന് ശേഷം മാത്രമേ പുറത്തു പോകാനായിട്ട് പാടുള്ളൂ. ഗ്യാസ് ഇതൊന്നും ലീക്ക് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റി അപ്ലയൻസ് ഇതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പാക്കണം. അതേപോലെ തന്നെ റേഡിയോ അല്ലെങ്കിൽ ന്യൂസ് ഇൻഫോർമേഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ ഷെൽട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ട്, വേറെ സൈക്ലോൺ ഷെൽട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ സ്നേക്കോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. സ്നേക്ക് ബൈറ്റൊന്നും വരാതെ ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും പവർ ലൈൻസൊക്കെ കട്ടായി കിടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണം. അപ്പോൾ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും വാർണിങ്ങുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആഫ്റ്റർ ദ സൈക്ലോൺ. ദെൻ അടുത്തത് നമ്മൾ കാണുന്നത് ഹെയിൽ സ്റ്റോംസ് ആണ്. ഹെയിൽ സ്റ്റോംസ് ആണ് ആലിപ്പഴം വീഴുന്നതാണ് ഹെയിൽ സ്റ്റോംസ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇതൊരു വെതർ ഫിനോമിനയാണ് ഹെയിൽ സ്റ്റോംസ് എന്ന് പറയുന്നത്. ഇത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് തണ്ടർ ക്ലൗഡാണ്. ക്യുമുലോനിംബി എന്നാണ് ഉള്ളൊരു തണ്ടർ ക്ലൗഡ് മൂലം ഉണ്ടാകുന്ന ഒരു ഫിനോമിന അല്ലെങ്കിൽ സിറ്റുവേഷനാണ് ഹെയിൽ സ്റ്റോം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആലിപ്പഴം വീഴുക എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നതിൻ്റെ കൂടെ ആലിപ്പഴം വീഴും, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് വളരെ ചെറിയ 5 മില്ലിമീറ്റർ തുടങ്ങി 50 മില്ലിമീറ്റർ വരെ സൈസ് ഡയമീറ്ററുള്ള ആലിപ്പഴം ഹെയിൽസ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ വലിപ്പം കൂടുന്തോറും നമുക്ക് വരുന്ന നാശനഷ്ടങ്ങളുടെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വീഴുന്നതിനെ ആലിപ്പഴം വീഴുന്നതാണ് ഹെയിൽ സ്റ്റോംസ് എന്ന് പറയുന്നത്. കോസസ് ഓഫ് ഹെയിൽ സ്റ്റോംസ് ആണ് പറഞ്ഞു വെക്കുന്നത്. ഹെയിൽ സ്റ്റോംസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുന്ന് വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത്, കടലിലെ വെള്ളം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവാപ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ തണുത്ത കാറ്റ് അടിക്കും. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ഈ നീരാവിയായിട്ട് പോകുന്ന വെള്ളം എന്തായിട്ട് മാറും, ഐസായിട്ട് മാറും. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് അത് ഐസായിട്ട് ഫോം ചെയ്യും. അങ്ങനെ ഐസായിട്ട് ഫോം ചെയ്ത് അവിടെ എന്താ പറയുക ക്ലൗഡ്സും ഫോം ചെയ്യും. അപ്പം മഴ പെയ്യുന്നതിൻ്റെ കൂടെ ഈ എന്താ പറയുക ഈ ഐസായിട്ട് മാറിയിട്ടുള്ള ഐസ് നമ്മുടെ താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആലിപ്പഴം അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോംസ് എന്ന് പറയുന്നത്. സ്റ്റേജസ് ഓഫ് ഹെയിൽ സ്റ്റോംസ് എന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഗ്രൗപ്പൽ, അത് ഏറ്റവും ചെറിയ, അത് ഫോം ചെയ്യുന്ന ഇത്. അപ്പോൾ അത് റൗണ്ട് ഷേപ്പ് ആവണമെന്നൊന്നുമില്ല, കോണിക്കൽ ഷേപ്പിലൊക്കെ ആയിരിക്കും. ചെറിയ 1/5 ഇഞ്ച് 5 മില്ലിമീറ്ററുള്ള വളരെ ചെറിയ വൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഹെയിൽസാണ് ഗ്രൗപ്പൽ എന്ന് പറയുന്നത്. അതിനുശേഷം അത് അടുത്ത സ്റ്റേജിലേക്ക് വരും. അത് സ്മോൾ ഹെയിലായിട്ട്, അതായത് ഗ്രൗപ്പലിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയുക ഹാർഡ്നെസ് ആയിട്ടുള്ള
ഗ്ലേസ് സർഫേസ് ഉള്ള കുറച്ചുകൂടെ വലിപ്പമുള്ള സ്റ്റോണാണ് സ്മോൾ ഹെയിൽ എന്ന് പറയുന്നത്. അതിനേക്കാളും കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലെയേഴ്സ് ഐസ് അറേഞ്ച് ചെയ്തിട്ടുള്ള പിന്നെ കൂടുതൽ ഡയമീറ്റർ ഉള്ള ഒന്നാണ് ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 സ്റ്റേജസ് ആണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ഗ്രൗപ്പലാണ്. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഹെയിലായിട്ട് മാറും. പിന്നെ അത് അതിൻ്റെ എന്താ പറയുക ഹാർഡ്നെസ് കൂടുന്നതിനനുസരിച്ച് ഹെയിൽ സ്റ്റോണായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് 3 സ്റ്റേജസ് പറയും. അടുത്ത ഹെയിൽ ഷാഫ്റ്റ്സ് ആൻഡ് ഹെയിൽ സ്ട്രീക്സ് ആണ് പറയാം. ഒരു ഒറ്റ തണ്ടർ സ്റ്റോമിൽ താഴേക്ക് വരുന്ന ഹെയിൽസ്, അതാണ് ഹെയിൽ ഷാഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഒറ്റ തണ്ടർ സ്റ്റോമിൽ ശക്തമായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഹെയിൽസ് വീഴുന്നത് ഹെയിൽ ഷാഫ്റ്റ്സ് ആണ്. അങ്ങനെ താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ ഹെയിൽ സ്ട്രീക്സ് എന്ന് പറയും. അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ ഒറ്റ ശക്തിയിൽ ഇങ്ങനെ ഹെയിൽ സ്റ്റോൺസ് താഴേക്ക് വീഴുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഗ്രൗണ്ട് ഏരിയ അതെങ്ങനെയാണോ അതിനെയാണ് നമ്മൾ ഹെയിൽ സ്ട്രീക്ക് എന്ന് പറയും. അടുത്തത് ലാർജസ്റ്റ് ഹെയിൽ സ്റ്റോൺസ് ആണ് പറയുന്നത്. ലാർജസ്റ്റ് ഹെയിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഹെയിൽ സ്റ്റോൺസിൻ്റെ വലിപ്പം ഇങ്ങനെ ചെറിയത് ഹെയിൽ സ്റ്റോൺസ് ഉണ്ട്, അതേപോലെ തന്നെ വളരെ വലിയ ഹെയിൽ സ്റ്റോൺസും ഉണ്ട്. അപ്പോൾ ഹെയിൽ സ്റ്റോൺസ് വലുതെന്ന് പറയുമ്പം ഏകദേശം 17.2 ഇഞ്ചസ്, അതായത് 43.7 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളതുണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 685 ഗ്രാംസ് ആണ്. അപ്പോൾ അത്രയും കനമുള്ള ഹെയിൽ സ്റ്റോൺസ്, ഇവിടെ പറയുന്ന ആന വലുപ്പത്തിലുള്ള ഹെയിൽ സ്റ്റോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വലിയ ഹെയിൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇത് താഴേക്ക് വീഴുന്നതിനനുസരിച്ച് ഭൂമിയിൽ പലതിനെയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ലാർജസ്റ്റ് ഹെയിൽ സ്റ്റോൺസ് പറഞ്ഞു നിൽക്കുക. ഡെത്ത് ബൈ ഹെയിലാണ്. അപ്പോൾ ഇങ്ങനെ വലിയ ഹെയിൽ സ്റ്റോൺസ് വീഴുന്നതിനനുസരിച്ച് ആൾക്കാർ മരണപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. ആൾക്കാരെ ഇത് കൊല്ലുന്നുണ്ട് എന്നാണ് ഡെത്ത് ബൈ ഹെയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഹെയിൽ സ്റ്റോൺസ് വീണിട്ട്, അതായത് ക്രിക്കറ്റ് ബോൾ പോലെയുള്ള വലിയ ഹെയിൽ സ്റ്റോൺസ് വീണ് 246 ആൾക്കാർ വരെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കണക്കുകൾ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ ഇത് മൃഗങ്ങളെയും, ഇപ്പം നമ്മൾ ഹെയിൽ സ്റ്റോൺസ് മഴയും ആലിപ്പഴമൊക്കെ വീഴുന്ന സമയത്ത് നമ്മുടെ മൃഗങ്ങളൊക്കെ പുറത്താണുള്ളത് എങ്കിൽ അതുങ്ങളും ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചത്തുപോയ മൃഗങ്ങളുടെ കണക്കുകളും പറയുന്നുണ്ട്. അപ്പോൾ ഡെത്ത് ബൈ ഹെയിൽസ് വഴി ഡെത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്.